ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെൻ വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞാളിയാ, എടാ ഞാനൊരു ഹസ്കീനെ മേടിക്കാൻ പോകാൻ, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ വ്ളോഗ് ചെയ്തോളാൻ പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി പോകാൻ പറ്റിയില്ല. 2 ദിവസം മുമ്പ് അവൻ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞാളിയാ, എടാ ഞാൻ ഇങ്ങനെ ഒരു കെന്നൽ ഉണങ്ങിയിട്ടുണ്ട്, കുറച്ച് ഡോഗ്സൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ അത് വ്ളോഗ് ചെയ്തോളാൻ പറഞ്ഞു. ആസ് എ യൂട്യൂബർ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. എത്തിയപ്പോൾ തൊട്ട് എന്നെ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്യാൻ ഇവിടെ ഉള്ളവർ സമ്മതിക്കുന്നില്ല. ഊടുപാടെ കൊര, അവിടുന്ന് കൊര, ഇവിടെ കൊര, സൈഡിൽ നിന്ന് ഫുള്ള് കൊര ഒക്കെ ഇട്ട് നിൽക്കുക. നമ്മൾ പക്ഷേ മെയിൻ ഒരു സാധനത്തിനെ കാണാൻ വേണ്ടി വന്ന് ഹസ്കി ഇപ്പോൾ കാണിച്ചത് ചേട്ടാ. ഇവനാണ് എന്നെ മെയിനായിട്ട് കൊരക്ക ഒരു രീതിയിൽ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാത്തത് കേട്ടോ. എടാ ഒന്നും മിണ്ടായിരിക്കടാ. ഓ കഴിഞ്ഞ മാൻ എല്ലാ ടൈപ്പ് ഡോഗ്സും ഉണ്ട്. വെയിറ്റ് ഉണ്ടാവും കേട്ടോ. ഇത് 50 ദിവസമായുള്ളൂ. 50 ദിവസമായുള്ളൂ അല്ലേ? ഇത് നമ്മൾ കാണാൻ വന്ന മെയിൻ ഐറ്റം ഹസ്കി. രണ്ടും ബ്ലൂ ഐ. എടാ ബ്ലൂ ഐസ് അല്ലേ അതിൻ്റെ? രണ്ടും ബ്ലൂ ഐ. ഓ മൈ ഗോഡ്. ഇപ്പോൾ നമ്മളവിടെ ഒരു രീതിയിലും അവന്മാർ നിർത്തണില്ല. പിന്നെ ഭയങ്കര കുറേ ഒച്ചപ്പാടും വേണം. ഇപ്പോഴും നിർത്തിയിട്ടില്ല ആള്. അപ്പോൾ നമ്മൾ ഹസ്കിനെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. എടാ എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോ? ഹസ്കി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, റഷ്യയിൽ പോലത്തെ മറ്റേ ആർട്ടിക് ഏരിയയിൽ മഞ്ഞുള്ള സ്ഥലത്താണ് ഇതിൻ്റെ ഒറിജിൻ. ഇത് ശരിക്കും വൂൾഫിന്ന്, അതായത് കുറുക്കനിന്നൊക്കെ ബ്രീഡ് നമ്മുടെ പർപ്പസിന് വേണ്ടി ശരിക്കും ഒരു കുറുക്കൻ്റെ ലുക്ക് തന്നെയല്ലേ ആൾക്കാർ. ഓ മൈ ഗോഡ്, ശരിക്കും ബ്രീഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ പക്ഷേ അഗ്രസീവ് ഒന്നുമല്ല, ഭയങ്കര കാമാണ്. നമുക്ക് കാണുമ്പോൾ ഒരു പേടി തോന്നും, പക്ഷെ ആള് ഭയങ്കര കണ്ണ് കണ്ടാലേ ഒരു ശരിക്കും പറഞ്ഞ പേടിത്തൂറികളാണ്. നമ്മൾ ഒന്നും വെച്ച് ഇട്ടാൽ അതേപോലെ തന്നെ തിരിച്ചു ഓടൂലേ. പിന്നെ പറയുകയാണെങ്കിൽ അലർജിക് ഹെയർ ആണെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഹെയർ ഷെഡിങ് ഉണ്ടാവും, രോമം കൊഴി, ചെറിയ ചെറിയ രോമങ്ങളാണ്. നമ്മൾ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 1-2 ഒക്കെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല സ്മെല്ലും വെക്കും. ഓക്കെ എടാ, അപ്പോൾ എൻ്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് തണുപ്പ് രാജ്യത്ത് എന്തായാലും ഉള്ള ഇതാണല്ലോ. അപ്പം ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് എങ്ങനെയാണ്? അത് എല്ലാവർക്കും കൂടെ ഡൗട്ടാണ്. പക്ഷെ ഇത് കുഴപ്പമില്ല, കാരണം അവിടുന്ന് നമ്മൾ നേരിട്ട് കൊണ്ടുവരുമ്പോഴേ, അവിടുന്ന് ഒരു ഡോഗിനെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തുമ്പോഴേ പ്രശ്നമുള്ളൂ. ശരിക്കും ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ഓക്കെ ആയതാണ്. ഒരു കുഴപ്പമില്ല. ഒത്തിരി ചൂട് പറ്റില്ല, നമ്മുടെ വീട്ടിൽ ഫാൻ ഇട്ട് കൊടുക്കും. അപ്പൊ അകത്താണ് മാക്സിമം വളർത്താൻ, വീടിന്റെ അകത്താണ്. ഇപ്പൊ മറ്റേ മെയിൽ അഡൽറ്റിനെ കണ്ട പോലെ പുറത്ത് ഫാൻ ഇട്ട് കൊടുത്ത്. എടാ ഇത് എങ്ങനെയാടാ ഇതിന്റെ ഐസ്? ഇതിപ്പോ ബ്ലൂ ഐ ആണ്. പല ഐസ് ഉണ്ട്, അതായത് ബ്രൗൺ ഉണ്ട്, പിന്നെ പാർട്ടി ഐ എന്ന് പറഞ്ഞ ഒരു കണ്ണിൽ തന്നെ ഒന്നിൽ കൂടുതൽ കളർ വരും. പിന്നെ 2 കണ്ണിൽ ഇത് പ്ലെയിൻ ബ്ലൂ അല്ലേ? ഇത് ബ്ലൂ കളർ അല്ലേ? കുറച്ച് ഡാർക്ക് ആണ്. അതിന്റെ കൃഷ്ണമണി കണ്ടോ? അപ്പോൾ വേറെ ടൈപ്പ് ബ്ലൂ ഉണ്ട്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ബൈ കളർ, ഒരു കണ്ണിൽ ഒരു കളർ, മറ്റേ കണ്ണിൽ വേറെ കളർ. അതിനാലേ ഒരു കുറച്ചുകൂടെ നമുക്കൊരു കിട്ടാൻ കുറച്ച് പാടുള്ള ടൈപ്പ്. അതും കിട്ടും. അതിലും കൂടുതൽ പാടുള്ളത് പാർട്ടി കളറാണ്. ഒരു കണ്ണിൽ തന്നെ 2 കളർ. ഐസിൽ 2 കളർ. പിന്നെ ഏറ്റവും നോർമൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്ലാക്ക് ഐ ആണ് ഏറ്റവും പ്യൂർ ബ്രീഡ്. ഈ ബ്ലൂ ഐ ഒക്കെ അത് തന്നെ ഒരു ഇതായിട്ട് വരുന്നത്, അല്ലാണ്ട് അതൊരു ക്വാളിറ്റി മെച്ചെന്ന് പറയാനില്ല. ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ശരിക്കും ബ്ലാക്ക് ഐ തന്നെ. നമ്മൾ ഈ ഡോഗിന്റെ ഷോ ഒക്കെ നോക്കുകയാണെങ്കിൽ മിക്ക ഷോയിലും ഷോ ചെയ്യിക്കാൻ കൊണ്ടുവന്ന ഡോഗ്സിന്റെ ഹസ്കികളുടെ ഐ ശ്രദ്ധിച്ചറിയാം, ബ്ലാക്ക് ഐ ആയിരിക്കും. എടാ ആൾക്കാണ് മെയിൻ ഫുഡ് കൊടുക്കുന്നത് എന്താടാ? ഫുഡ് നമ്മൾ രാവിലെ ഡ്രൈ ഫുഡ് റോയൽ കനൈൻ ആണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ പപ്പി ആയതുകൊണ്ട് ഇപ്പൊ 50 ദിവസമായിട്ടുള്ള 3 നേരം കൊടുക്കുന്നുണ്ട്. 3-4 നേരം കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ ഉച്ചയ്ക്ക് വെജിറ്റബിൾസും ചിക്കന്റെ വേസ്റ്റും ചോറിലും മിക്സ് ചെയ്താണ് ഉച്ചയ്ക്ക് വൈകുന്നേരം കൊടുക്കുന്നത്. ഒരു നേരം ഡ്രൈ ഫുഡ് കൊടുക്കും. അപ്പൊ ഇത് എന്തോരം വലുതാവൂടാ? നമുക്ക് വലുതാവും. സാധാരണ ഒരു നമ്മുടെ നോർമൽ ഡോഗിന് അത്ര പൊക്കം വെക്കും. വേറെ എത്ര കളേഴ്സിലാടാ നമുക്ക് ഇത് കിട്ടുന്ന? ഹസ്കി മെയിൻ ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെ ബ്രൗൺ ആൻഡ് വൈറ്റ്, ഇങ്ങനത്തെ കളറൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. പ്യൂർ വൈറ്റ് വരും. ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടിങ് കുറച്ച് ഇങ്ങോട്ട് വലുതാകുമ്പത്തേനും മാറും. ഒരു കുറച്ച് ഈ കോട്ടിങ് ഇങ്ങനെയല്ല, ഇതിപ്പോ പപ്പി ആണല്ലോ, ഇത് കുറച്ച് കഴിയുമ്പോൾ വലുതാകുമ്പത്തേനും നല്ല എന്താ രോമം കുറച്ചുകൂടെ നന്നായിട്ട് വരും. ഇത് മൊത്തം ഇതിപ്പോ ഡബിൾ കളർ അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ. പിന്നെ ഇത് നോർമൽ കോട്ടാണ്. പിന്നെ വൂളി കോട്ട് എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ
അലാസ്കൻ മലാമ്യൂട്ട് എന്ന് പറഞ്ഞ ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തെടുക്കുന്നത്. അതും കാണാൻ ഹസ്കി പോലെ തന്നെ ഇരിക്കും, പക്ഷെ കുറച്ചുകൂടെ നല്ല സൈസ് ഉള്ള ഡോഗാണ്. അത് ഈ പറഞ്ഞ പോലെ മഞ്ഞില് ആൾക്കാരെ വലിക്കാൻ കൊണ്ടുപോകുന്ന, പക്ഷെ അത് കുറച്ചുകൂടെ ഹെവി ലോഡ് വലിക്കുന്ന ബ്രീഡാണ്. അതുമായിട്ട് ക്രോസ് ചെയ്ത് എടുത്ത ഹസ്കികളുണ്ട്. അതിന്റെ എന്ന് പറഞ്ഞാൽ ഹെയർ എന്ന് പറഞ്ഞാൽ നല്ല ലോങ് ഹെയർ ആയിരിക്കും, കുറച്ചുകൂടെ നല്ല തിക്കായിട്ടിരിക്കും. ആ സാധനം നല്ല ഹെവി ആയിരിക്കും. പൈസ ഹസ്കീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത ഒരു ഡോഗുമായിട്ട് വന്നു. ഇതിൻ്റെ പേര് ഷിറ്റ്സു. ഇതിൻ്റെ പ്രത്യേകത കാര്യങ്ങൾ എന്തൊക്കെയാടാ? ഇതിന്റെ പേര് എങ്ങനെ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യണേ? ഷിറ്റ്സു. ശരിക്കും ഇതൊരു ടോയ് ബ്രീഡാണ്. ഒത്തിരി വലുതാവത്തില്ല, ഒരു പാവ പോലെ ഇരിക്കും. ഇതിന്റെ ഹെയർ എന്ന് പറഞ്ഞാൽ നല്ല ലോങ് ഹെയർ ആണ്. ഇതിപ്പം ഒരു 3 മാസം പ്രായം ആയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ വലുതാകുമ്പത്തേനും ഒരു വയസ്സൊക്കെ ആകുമ്പത്തേനും നല്ലപോലെ ഹെയർ ലോങ് ആവും. പിന്നെ ആള് ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര എന്താ കുട്ടികളുടെ കൂടെ കളിക്കാന്ന് പറഞ്ഞാൽ അതുപോലത്തെ അല്ലടാ, മോൻ ഫുള്ള് മൂടി ആ കൂടെ പുള്ളി രോമത്തിനെ കുറിച്ചിരിക്കുന്ന രീതിയില. ഇതിപ്പോ ഫുഡ് കഴിച്ചിട്ട് ഇവിടെയൊക്കെ ചെളിയായിട്ടിരിക്കുന്ന. അപ്പൊ നമ്മള് ദിവസം കോമ്പ് ചെയ്യും, പിന്നെ ഒരാഴ്ചയിൽ ഒന്ന് കുളിപ്പിക്കും. അപ്പം നല്ല ക്യൂട്ടാണ്. അതേപോലെ തന്നെ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആണ്. നമ്മള് എന്താ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എടാ അപ്പൊ ഇത് വേറെ കളേഴ്സിലുണ്ടോടാ? ഇത് ശരിക്കും മെയിൻ ആയിട്ട് ട്രൈ കളറാണ്, വൈറ്റ്, ബ്ലാക്ക്, പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ടാൻ പോലത്തെ. അതേപോലെ കളർ തന്നെയാണ്, 3 കളറും വന്നിട്ടല്ലേ? ഓക്കെ. ഒരു പെർഫെക്റ്റ് മാർക്കിംഗ് എന്ന് പറയാനില്ല, അത് ഒരു 3 കളറും കൂടെ വന്നാൽ മതി. 3 കളർ വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വരുന്നത്? നമ്മള് ഹസ്കിക്ക് കൊടുക്കുന്ന പോലെ തന്നെ രാവിലെ ഡ്രൈ ഫുഡ് കൊടുക്കും. പിന്നെ ഇതും പറഞ്ഞ പോലെ തന്നെ നല്ല തണുപ്പാണ്, പറ്റത്തില്ലല്ലേ? ഇത് വീടിന്റെ അകത്ത് തന്നെ വളർത്തുന്നത്. നമ്മള് ഫാൻ ഇട്ട് കൊടുക്കും, കിടന്നു തുടങ്ങിക്കോളും. പകലൊക്കെ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഓക്കെ. ഇതൊരു പഗ്ഗിനൊക്കെ പകരം നമുക്ക് ഇപ്പൊ മെയിൻ ആയിട്ടും എന്താ പറയാ, ആളുകള് പട്ടീനെ ഇഷ്ടപ്പെടാത്തവർക്ക് വരെ ഷിറ്റ്സുവിനെ ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് ക്യൂട്ടാണ്, ഭയങ്കര പ്ലേഫുൾ ആണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിന്റെ എന്താ പറഞ്ഞാൽ ഹസ്കിയുടെ പോലെ ഹെയർ ഷെഡിങ് ഇല്ല. ഒരു എന്താ പറയാ, വർഷത്തിലൊന്ന് രോമം കൊഴിയുന്ന സമയത്ത് മാത്രം രോമം കൊഴിയും, അല്ലാതെ ഇതിനൊരു പ്രശ്നമില്ല. കൊഴിഞ്ഞാലും കണ്ടോ നല്ല ലോങ് ഹെയറാ. നമുക്കിപ്പം കൊഴിഞ്ഞാലും വീടിന്റെ എവിടെയെങ്കിലും കിടന്ന് കാണാം. ഒറിജിനും സ്ഥലമൊക്കെ എവിടെയാടാ? എവിടെയുള്ള ടീംസാണ് ഇത്? ശരിക്കും ടിബറ്റൻ ചൈനയാണ്. അത് ഒത്തിരി കാലം മുമ്പ് ബ്രീഡ് ചെയ്യിപ്പിച്ചെടുത്തതാണ്. പണ്ട് ഷിറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പൊക്കം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ക്ലിയോപാട്രയുടെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്ന ഡോഗ്. അത്ര ഫേമസ് അല്ലേ ആള്? ചെറിയ വായാന്ന് തോന്നുന്നു, പക്ഷെ നല്ല അത്യാവശ്യം വലിയ വായ. ചില സമയത്ത് വായിക്കോട്ട് ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വാക്സിനും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വാക്സിൻ 25 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ പപ്പി DP എന്ന് പറഞ്ഞ വാക്സിൻ എടുത്തു. പിന്നെ നമുക്കൊരു 45 ദിവസം. ഇതിപ്പോ ആളിപ്പോ എത്ര നാള് ഇതുണ്ട്? ഒരു 50 ദിവസമായി. 50 ദിവസം അല്ലേ? ഓക്കെ. ഇപ്പോൾ 25 ദിവസം കഴിയുമ്പോൾ ആകുമ്പോഴത്തേനും പപ്പി DP എടുക്കും. പിന്നെ ഒരു 45 ദിവസം കഴിയുമ്പോഴത്തേനും മൾട്ടി വാക്സിൻ ഉണ്ട്, ഒരു 15 ഡിസീസിന്റെ മൾട്ടി വാക്സിൻ. അത് ശരിക്കും 2 ഡോസാണ്. ഒരെണ്ണം എടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് അടുത്തതും കൂടെ എടുക്കാം. അതിപ്പോ എല്ലാ പപ്പികൾക്കും സെയിം ആണ്. പിന്നെ നമ്മള് 90 ദിവസം 3 മാസം പ്രായമാകുമ്പോഴത്തേനും റാബീസ് വാക്സിനും കൂടെ എടുക്കും. പിന്നെ ഇടയ്ക്ക് നമ്മൾ സപ്ലിമെന്റ്സ്, വിറ്റാമിൻ ഗുളികളൊക്കെ കൊടുക്കും. ആണ് ബോണൊക്കെ നല്ല ഇതാവാൻ. പക്ഷെ കൈ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ജസ്റ്റ് ഒരു പാവയുടെ ഒരു രീതിയിലാ. പക്ഷെ ആദ്യം നമ്മൾ എവിടെ ഇരിക്കണ കണ്ടു കഴിഞ്ഞാൽ ഒരു പാവ ഇരിക്കണുള്ളൂ. നല്ല സ്ഥലത്ത് കിടക്കുന്നതാണ്. 2 കൈയും ഫ്രണ്ടിലോട്ട് വെച്ച് ഇങ്ങനെ പുലിത്തോല് കിടക്കുന്ന പോലെ തോന്നുന്നു നമുക്ക്. പൈസ നമ്മളിവിടെ വന്നപ്പോഴേ ഒരു കുഞ്ഞൻ ലാഭം. അത് നല്ല ആക്റ്റീവ് കേട്ടോ. എടാ ഇത് എത്ര ആളാ പ്രായടാ? 50 ദിവസം അല്ലേ? ചാമ്പ്യൻ്റെ കുഞ്ഞ്. ഓ, പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതിന്? ആർക്കെങ്കിലും ഡോഗ്സിനൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പറൊക്കെ കൊടുത്തേക്കാം, ഇന്ന് കോൺടാക്ട് ചെയ്ത് നോക്കട്ടോ ആളെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും കാണുന്നതാണ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ പറഞ്ഞേ. ബൈ.